അപ്പൊ എല്ലാവർക്കും സുഖമാണോ? അപ്പൊ ഇന്ന് എന്റെ വീഡിയോ എന്ന് പറയണത് ഞാൻ ഇന്ന് ഒരു ചെറിയ പരിപാടി ഉണ്ട് എനിക്ക്. അത് ഞാൻ സക്സസ് ആയി കഴിഞ്ഞിട്ട് പറയാം എന്താന്നുള്ളത് വേറൊരു വീഡിയോക്കകത്ത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനിങ്ങനെ അത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എറണാകുളം വരെ പോവാണ്. അപ്പൊ ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറെ ദിവസമായിട്ട് നമ്മുടെ എന്റെ ഒരു ജീൻസ് ഹോൾ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇന്ന് ഇങ്ങനെ പാക്ക് ചെയ്യുന്ന സമയത്ത് എന്നാ പിന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ജീൻസിന്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്റെ അങ്ങനെ ഒരുപാട് ജീൻസുകളൊന്നും ഇല്ല, കാരണം ഞാൻ ഒരു ജീൻസ് വെച്ചിട്ടായിരുന്നു ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീൻസ് വേഗം തന്നെ അഴുക്കായി പോകും. കാരണം നമ്മൾ ഡെയിലി അല്ല, എന്നാലും 2 തവണയെങ്കിലും മാക്സിമം ഞാൻ കഴുകാണ്ട് ജീൻസ് ഇടാറുണ്ട് ഇതിലിട്ടിട്ട്. പിന്നെ വാഷ് ചെയ്യും. അപ്പൊ അങ്ങനെ വാഷ് ചെയ്ത് വേഗം അഴുക്കായി പോകും. അപ്പൊ അതിൽ നല്ലൊരു 3-4 ജീൻസുകൾ നമ്മുടെ കയ്യിൽ ബേസിക് ആയിട്ടുള്ളത് നല്ലതാട്ടോ. വലിയ മോഡേൺ ട്രെൻഡി ആവണമെന്നൊന്നും ഞാൻ പറയത്തില്ല, ബേസിക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു 4 മതി കേട്ടോ. അപ്പം അത് നമുക്ക് ഇന്റർമീഡിയറ്റ് ഇപ്പൊ നമുക്ക് ജീൻസ് മാത്രമായിരിക്കത്തില്ലല്ലോ കയ്യിലുള്ളത്. ഇപ്പൊ ചുരിദാറിന്റെ പാൻസ് ഉണ്ടാകാം, ലെഗിൻസ് ഉണ്ടാകാം. അപ്പൊ അതുകൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകാൻ പറ്റും. അപ്പൊ ഞാൻ ഈ ലഗേജ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് എന്നാ പിന്നെ ഇതൊന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എന്തിനാ പോണേന്നുള്ളത് അത് സക്സസ് ആയാൽ മാത്രം പറയാം, ഇല്ലെങ്കിൽ അത് എന്നോട് കൂടെ ഒടുങ്ങട്ടെ. കാരണം 2-3 ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ട് ഫെയിലർ ആയ ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ കാണിക്കാൻ പോണത് ഇത്രയും ജീൻസുകളാണ്. അപ്പം ഇതെന്നൊക്കെ പറയണത് എല്ലാം അല്ല, ഏതെങ്കിലും ഒരെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ 1000 ബിലോയിൽ വരുന്നത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ജീൻസുകളാണ്. ഞാൻ അങ്ങനെ ജീൻസിന്റെ കാര്യത്തിൽ അധികം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ബിക്കോസ് ഒന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ മാച്ച് ആകാറില്ല എന്നാണ് ഒട്ടുമിക്ക ആൾക്കാർ പറയുന്നത്. എനിക്ക് കൂടുതലായിട്ടും ട്രഡീഷണൽ ഡ്രസ്സുകളാണ് ചേരുന്നതെന്ന് പറയാം. സോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ജീൻസിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാറില്ല. പക്ഷെ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് ജീൻസും ടോപ്പ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിന്ന് മൊത്തത്തിൽ കാണിക്കാൻ പോകുന്നത് ഇത്രയും ജീൻസുകളാണ്. അപ്പൊ ഇതിനകത്ത് ചിലപ്പോൾ റിപ്പീറ്റഡ് കളേഴ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ഒരമ്മ പെറ്റ മക്കൾ എന്ന് പറഞ്ഞവരൊക്കെ ആണെങ്കിലും അവിടെ ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തോ. ഫസ്റ്റ് തന്നെ നമ്മുടെ ജീൻസിന്റെ ഒരു കാറ്റഗറി പെട്ട നമ്മുടെ ജെഗിൻസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ഞാനൊരു മേ ബി 4 ഇയേഴ്സെങ്കിലും ആയിട്ടുണ്ടാവും എന്റെ കയ്യിൽ ഉണ്ടായിട്ട്. ഇത് ഞാൻ എന്തുകൊണ്ടാണ് വീണ്ടും യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതിന്റെ ഈ ഒരു ഡിസൈൻ, ഈ ഒരു സൈഡിൽ വരുന്ന ഈ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമുക്ക് ചില ഡ്രസ്സിന്റെ കൂടുതലൊക്കെ ഇടുമ്പോൾ നല്ലതാണ്. ഇത് കുറച്ച് സ്കിന്നി പാൻസ് ആണ്. എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു സ്കിന്നി ടൈപ്പ് ഒരു ജീൻസ് ഉള്ളത് നല്ലതാണ്. അപ്പൊ നമുക്കത് ഏത് ഡ്രസ്സിന്റെ കൂടുതലും എസ്പെഷ്യലി കുർത്തയോ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ സ്കിന്നി പാന്റ് ഒരിക്കലും ഔട്ട് ഓഫ് ഫാഷൻ അല്ല, കാരണം ഏതൊരു ജീൻസും നിങ്ങൾക്കറിയാം പഴയ കാലത്തെയാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കളറും അതുപോലെ തന്നെ ബാക്കി ഈ ജീൻസിന്റെ നെയിംസുകൾ ഞാൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഒന്ന് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് ഇതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. എനിക്കൊരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. മേ ബി ഞാനത് ഉടനെ തന്നെ പഠിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു കൈൻഡ് ഓഫ് വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ ഒരു ഡിസൈൻ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഇത് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ കളറും നല്ലൊരു കളറാണ്. അപ്പൊ അതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കളർ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോഴും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു 1000 ബിലോല, ഐ തിങ്ക് 750 അങ്ങനെ എന്തോ ആണ്. ഇത് ഞാൻ SM സ്ട്രീറ്റിൽ നിന്നായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇനി അടുത്തെന്ന് പറയുന്നത് ഞാൻ സുഡിയോന്നാണ് മേടിച്ചിട്ടുള്ള ഈ ഒരു പാൻസ്. ഇത് ട്രൗസേഴ്സ് എന്നാണ് തോന്നുന്നു പറയണേ. അപ്പം ഇപ്പം ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു ഫോർമൽ ഷർട്ടിന്റെ കൂടുതലൊക്കെ ഇടാൻ പറ്റും. ഇതൊന്ന് അയൺ ചെയ്യണം. അയൺ ചെയ്യാണ്ട് നമുക്ക് എപ്പോഴും ഇടാൻ പറ്റത്തില്ല. നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. കണ്ടില്ലേ, കുറച്ച് സ്ട്രെയിറ്റ് ഫിറ്റിലോട്ട് വന്നിട്ടുള്ള ഒരു പാൻസ് ആണ്. പിന്നെ ഇവിടെ ആയിട്ട് ചെറിയ ഒരു നല്ല രസമുള്ള കണ്ട ഒരു സ്റ്റിച്ചിങ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇടുന്ന സമയത്ത് നമുക്ക് കുറച്ച് നല്ല വയറൊക്കെ ഒതുങ്ങിയ വ്യക്തിയാണെങ്കിൽ നല്ല രസമായിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ ഇതിന്റെ ഒരു ചെറിയ പ്രശ്നം, ഇതിന്റെ സിബ് കണ്ടോ, ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഹുക്കാണ്, നമ്മുടെ ഈ ബ്ലൗസിന്റെ ഒക്കെ പുറകെ വെക്കുന്ന ടൈപ്പ് ഒരു ഹുക്കാണ് വന്നിട്ടുള്ളത്. അത് എനിക്ക് ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നി. പിന്നെ ഇതിന്റെ ബേക്കിലായിട്ട് ഇതിന്റെ പോക്കറ്റ് ഉള്ളത് പോലെയാണ്. ഇത് നമുക്ക് കുറച്ച് ലോങ് ടോപ്പിന്റെ കൂട്ടത്തില് അങ്ങനെ പോകത്തില്ല. പക്ഷെ കുറച്ച് ക്രോപ്പ് ടോപ്പാണ്, ഷർട്ടൊക്കെ ആണെങ്കിൽ ഇത് മസ്റ്റായിട്ട് നമുക്ക് ഇടാവുന്നതാണ്. പിന്നെ ഇതൊരു കൈൻഡ് ഓഫ് സ്ട്രേറ്റ് ഫിറ്റിനെക്കാട്ടും കുറച്ച് പലാസോ കൈൻഡിലോട്ട് വരുന്ന ഒരു പാൻസ് ആട്ടോ. കാരണം കുറച്ച് എനിക്ക് നല്ലോണം വിരിയിരിക്കുന്ന ടൈപ്പ് ഒരു പാൻസ് ആണ്. ഇതിന്റെ റേറ്റ് 799 അങ്ങനെ എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നല്ല കംഫർട്ടബിൾ ആണ് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു പാൻസ് ആണ്. ഇതാണ് എന്റെ കയ്യിലുള്ളത് വെച്ചിട്ട് എന്റെ മോസ്റ്റ് ആൻഡ് ഫേവറേറ്റ് ആയിട്ടുള്ളത്. അപ്പൊ സ്റ്റിൽ ഞാൻ ഇതാണ് ഇടുന്നത്. കാരണം എനിക്ക് ക്യാറ്റ് സ്ക്രാച്ച് ഉള്ള പാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അത് നോക്കുമ്പോൾ എന്റെ സൈസിലോട്ട് ഒരിക്കലും എനിക്ക് കിട്ടാറില്ല. ഈ പ്രാവശ്യം ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഈസി ബൈ എന്നാട്ടോ, നമ്മുടെ ഇവിടെ ഇടപ്പാളുള്ള ഈസി ബൈന്ന്. ഇതാകുമ്പോൾ ഇതിന്റെ ക്യാറ്റ് സ്ക്രാച്ച് അങ്ങനെ പെട്ടെന്ന് നമുക്ക് വിസിബിൾ ആവത്തില്ല കണ്ടോ. പക്ഷെ ഇത് നമ്മൾ 2-3 ഇട്ട് കഴിയുമ്പോൾ ഇതിന്റെ നൂല് അങ്ങോട്ട് പൊട്ടിയിട്ട് കാലിന്റെ ഒക്കെ ആ ഭാഗം കാണും. പക്ഷെ എന്നാലും സ്റ്റിൽ നമുക്ക് അത്ര വൃത്തികേടായിട്ട് തോന്നത്തില്ല. പിന്നെ ഇതിന്റെ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്
ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ്, അത്യാവശ്യം ഒരു എലാസ്റ്റിക് കൈൻഡ് ആണ്. പിന്നെ ഇവിടെ ആയിട്ടും ക്യാറ്റ് സ്ക്രാച്ച് വരുന്നുണ്ട്, മുട്ടിന്റെ ഈ രണ്ട് ഭാഗത്തായിട്ടും ക്യാറ്റ് സ്ക്രാച്ച് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരു ഗ്രേ എന്നല്ല ഇതിന് പറയാ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കാം, നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ. പിന്നെ ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ എത്ര സ്കിന്നി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പാന്റ് നല്ല സുഖമായിട്ട് ഇടാൻ പറ്റും കേട്ടോ. ഈ ഒരെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് കിഡ്സ് സെക്ഷനിൽ നിന്നാ. അപ്പം എനിക്ക് മനസ്സിലായ കാര്യം, എനിക്ക് പറ്റിയിട്ടുള്ള സാധനം കിഡ്സ് സെക്ഷനിലേ ഉള്ളൂ. അതിപ്പോ ടോപ്സ് ആണെങ്കിൽ കൂടെ കിഡ്സ് സെക്ഷനിലാണ് എനിക്ക് എപ്പോഴും നോക്കിയാൽ കിട്ടാറ്. അപ്പം ഇതെന്ന് പറയുന്നത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു 13 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ. പക്ഷെ ഇതെനിക്ക് ലൂസാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആയിരിക്കും എനിക്ക് മാച്ച് ആവുന്നത്. അപ്പൊ ഇതിനെ കുറിച്ച് ബെസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ, കിഡ്സിന്റെ സെക്ഷനിലോട്ട് വരുമ്പോൾ അതിന് റേറ്റ് കുറവാണ്. പക്ഷെ നമ്മുടെ അഡൽസിനെ ഡിപ്പെൻഡ് ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി മോഡൽസ് കുറവായിരിക്കും. എനിക്ക് മനസ്സിലായ കാര്യം കേട്ടോ. കാരണം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എവിടെ പോയി കഴിഞ്ഞാൽ അഡൽസിന്റെ അത്രയും ടൈപ്പ് ഓഫ് മോഡൽസ് കുട്ടികളുടെ സെക്ഷനിൽ ഇല്ല. പക്ഷെ ഈ ഒരു ഈസി ബൈയില് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു നമുക്ക് വെറൈറ്റി. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ഇതാ സെലക്ട് ചെയ്ത്. ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു വേസ്റ്റ് പോർഷനിലായിട്ട് ഒരു എലാസ്റ്റിക് ഡീറ്റെയിൽസ് കേട്ടോ, ഇങ്ങനെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇവർ പുറകിൽ ഇങ്ങനെ വലിച്ചിട്ട് ഈ ഒരു ഹുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൈസ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ നോക്കാം, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ബേക്കിൽ ഇങ്ങനെ കുറച്ച് ചുരുണ്ടിരിക്കുന്നുള്ളൂ, പക്ഷെ കുഴപ്പമില്ല. നമ്മുടെ വേസ്റ്റിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഇത് അങ്ങോട്ട് ഫിറ്റ് ആക്കണം. അല്ലെങ്കിൽ തന്നെ ഇത് ബേക്കിൽ മാത്രം ചുരുണ്ടിരിക്കുമ്പോൾ ഒരു രസമുണ്ട് കേട്ടോ കാണാൻ. അപ്പൊ എനിക്ക് അങ്ങോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ ഇത് മേടിച്ചത്. അപ്പൊ എനിക്ക് കുട്ടികളുടെ സെക്ഷൻ ആകുമ്പോൾ ഇതിന് 699 ഉള്ളൂ. അപ്പൊ മറ്റേ നമ്മൾ മുതിർന്നവരുടെ സെക്ഷനിൽ നിന്ന് ഒരു ക്യാറ്റ് സ്ക്രാച്ച് മേടിക്കണമെങ്കിൽ എന്തായാലും ഒരു 1000 രൂപയ്ക്ക് അടുത്താവും. അപ്പൊ ഇനി എന്തായാലും കിഡ്സ് സെക്ഷൻ ആണ് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്ക് കറക്റ്റ് ഫിറ്റ് ആവുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്ക് അടുത്തത് കാണാം. അടുത്തത് ഈ ഒരു കളറിലോട്ട് വന്നിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ഫിറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് സ്കിന്നി ടൈപ്പിലോട്ട് വന്നിട്ടുള്ള ഒരു ജീൻസ് ആട്ടോ ഇത്. ഇതിനൊന്നും ഞാൻ പറഞ്ഞില്ല, എക്സാക്ട് പേര് എന്നോട് ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഞാൻ SM സ്ട്രീറ്റിൽ നിന്ന് മേടിച്ചതാ. ഈ ഒരു ജീൻസ് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കാരണം ഇത് ഇട്ടിട്ടാണ് നമ്മൾ അന്ന് വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് വീണിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അത് ഒരിക്കലും മറക്കില്ല കേട്ടോ. ഇത് കണ്ടില്ല, ഇത് സാധാരണ നോർമൽ ഒരു ജീൻസ് ആണ്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഞാൻ ഇതിന്റെ ലെങ്ത് കുറച്ച് കുറയ്ക്കാന്ന് വിചാരിച്ച് വെച്ചോണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇത് ഇടുന്ന സമയത്ത് എനിക്ക് അത്ര വലിയൊരു കംഫർട്ടബിലിറ്റി ഫീൽ ചെയ്യാറില്ല. ഫസ്റ്റ് വൺ ഇതിന്റെ വേസ്റ്റ് 28 ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും ഇതെനിക്ക് ലൂസായിരുന്നു. പിന്നെ ബെൽറ്റ് ഇടണം. ബെൽറ്റ് ഇട്ട് കഴിയുമ്പോൾ ചില ജീൻസിന്റെ ആ ഭംഗി അങ്ങോട്ട് പോകും. പിന്നെ ഇത് ഞാൻ ഏതെങ്കിലും കുർത്തയുടെ കൂട്ടത്തിലൊക്കെ ഇട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാറ്. ഇതിനും അത്ര റേറ്റ് ഒന്നുമില്ല, 1000 ബിലോയില് വരുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ലുലുമാളിലെ ഫാഷൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു മോംഫിറ്റ് വന്നിട്ടുള്ള ഒരു ഡെനിമിന്റെ ജീൻസ് ആണ്. ഇത് ഒന്നുമില്ല, നമ്മുടെ നോർമൽ ജീൻസ് തന്നെയാണ്, നമുക്ക് ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഇതും ഞാൻ 799 അങ്ങാണ്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ എന്തോ ഒരു ഓഫർ ഉണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ പോയി മേടിച്ചതാണ്. ഈ ഒരു ജീൻസ് മേടിക്കാൻ വേണ്ടി ഞാൻ 1 മണിക്കൂർ ക്യൂവിൽ നിന്നു. കാരണം ബില്ല് അടിക്കാൻ വേണ്ടി അത്രയും ലാഗ് പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും തിരക്കുള്ള സ്ഥലമായിരുന്നു. ഞാൻ കാണിച്ച് വലിയ മണ്ടത്തരായി. പിന്നെ ഓഫർ എന്ന് കേട്ടപ്പോൾ പിന്നെ പോയി മേടിച്ചു. പക്ഷെ ഇത് നല്ല ഒരു ജീൻസ് ആയിരുന്നു കേട്ടോ. ഏത് ഡ്രസ്സിന്റെ കൂട്ടത്തിലും ഇത് പോകും. എന്റെ ഒരു ലൈഫിൽ ഇത്രയും കൂടുതൽ ഞാൻ യൂസ് ചെയ്ത ഒരു ജീൻസ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഇതിന്റെ ഇവിടെ ആയിട്ടൊരു ചെറിയ കറ പറ്റിയിട്ടുണ്ട്. അത് ചെളിയല്ല, ഒരു തവണ ഞാൻ വീട്ടിൽ പോയ സമയത്ത് ഉപ്പിലിട്ടത് കൊണ്ടുവന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ലീക്ക് ആവത്തില്ല. അങ്ങനെ ലീക്ക് ആയി കഴിഞ്ഞാൽ ഒരിക്കലും സോപ്പും പൊടിയിൽ ഇട്ട് വെക്കരുത്. അത് കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് ഇതേപോലെ കളറാകും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതങ്ങനെ എല്ലായിടത്തേക്കും ഇപ്പൊ ഇടാറില്ല. വല്ല നമുക്ക് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇതായിട്ട് ഇടുന്നത്. കാരണം ഇത് ഏത് ഡ്രസ്സിന്റെ കൂട്ടത്തിലും മാച്ച് ആവും. ഈവൻ ക്രോപ്പ് ടോപ്പ് ആവട്ടെ, സാധാ നമ്മുടെ ടോപ്പ്, ടാങ്ക് ടോപ്പ്, അങ്ങനെ എന്തിന്റെ കൂട്ടത്തിലും ഈ ഒരു ജീൻസ് പോട്ടും. അതുകൊണ്ട് തന്നെ ഇതെന്റെ ലൈഫാണ്. ചെറിയ കറ പറ്റിയിട്ട് ഞാൻ അതുകൊണ്ട് കളയാണ്ട് എടുത്തു വെച്ചേക്കുവാണ്. ഈ ഒരു ലൈറ്റ് ബ്ലൂ ആണിത്. ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഷീമാട്ടിന്നാട്ടോ. അന്ന് ഞാൻ അതായത് ഏകദേശം ഒരു 4 years ഒക്കെ ആയി കാണും. ആ ഒരു ടൈമിൽ ഞാൻ ഈ ഒരു ക്യാറ്റ് സ്ക്രാച്ച് ഉള്ള ജീൻസ് കുറെ നോക്കി നടന്നു, പക്ഷെ കിട്ടിയില്ലേ. അങ്ങനെ ഫൈനലി ഞാൻ ഈ ഒരു സാധാ ഒരു ജീൻസ് എടുത്തു. ഇത് നമ്മുടെ നോർമൽ. പക്ഷെ ഞാനിതിടയ്ക്ക് ഇതിന്റെ ഏതെങ്കിലും ഷർട്ടിന്റെ കൂട്ടത്തിലൊക്കെ ഇടാറുണ്ട്. കാരണം നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു ജീൻസിന്റെ കളറൊക്കെ മാറ്റി ഇടണ്ടേ. അപ്പൊ അതുകൊണ്ട് കേട്ടോ, ഇത് അത്ര വലിയ മോഡേൺ ഒന്നും അല്ല. സാധാ ഒരു സ്ട്രൈറ്റ് ഫിറ്റിലോട്ട് വന്നിട്ട് സാധാ പോക്കറ്റ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു ജീൻസ് ആണ്. ഞാൻ ഇട്ടിട്ടുള്ളത് സൈഡിലായിട്ട് ഫോട്ടോ കൊടുത്തേക്കാം. ഇതിന് 1000 മുകളിലുണ്ട് റേറ്റ്. കാരണം ഇത് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ജീൻസ് ആണ്. അടുത്തെന്ന് പറയുന്നത് ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ജീൻസ് ആണ്. റെഗുലർ ഫിറ്റിൽ വന്നിട്ടുള്ള ഒരു ജീൻസ്. അപ്പൊ ഇത് നല്ല രസമാണ്. ഇതും നമുക്ക് ഇട്ട് കഴിയുമ്പോൾ രസമുള്ള ഒരു കളറാണ്. നമ്മൾ നേരത്തെ കണ്ട ജീൻസിനെക്കാട്ടും ഒരു പൊടിക്ക് കളർ കുറവാണേ. അപ്പൊ ഇതിന്റെ ഇവിടെ ആയിട്ട് കണ്ടില്ല, ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് വരുന്നുണ്ട്, ഇവിടെ ആയിട്ട് ഇങ്ങനത്തെ സ്റ്റിച്ചിങ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ സ്റ്റിച്ചിങ് വന്നിട്ട് നമ്മുടെ ആ വേസ്റ്റിന്റെ ഭാഗം നല്ലൊരു ഷേപ്പിലിരിക്കും. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. ബേക്കിലാണെങ്കിലും ഇതേപോലത്തെ 2 പാഡ്സ് ആണ് വരുന്നത്. ബേക്കിലും ഇതേപോലത്തെ സ്റ്റിച്ചിങ് വരുന്നതാണെങ്കിൽ നല്ല രസം. നമ്മൾ ഇടുന്ന സമയത്ത് എക്സ്പെഷ്യലി കുറച്ച് ബാക്ക് ഒക്കെ ഉള്ളവരാണെങ്കിൽ നല്ല രസമായിട്ട് തന്നെ ഉണ്ടാവും. ഇപ്പം
ഞാനൊക്കെ ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ അത്ര രസമായിട്ടൊന്നും എനിക്ക് ഫീൽ ആകാറില്ല. കാരണം ഞാൻ തീരെ സ്കിന്നി ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് കേട്ടോ. നമുക്കൊരു ജീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു ശരീരം ഉണ്ടെങ്കിൽ നല്ല രസം. അപ്പം ഇതാട്ടോ ആ ഒരു ജീൻസ്. ഇതിൽ വേറെ ക്യാച്ച് സ്ക്രാച്ച് കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിന്റെ റേറ്റ് കേട്ടോ എന്താ 499. ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് 26 ആട്ടോ സൈസ്. 26 ആയിട്ട് കൂടെ ഇത് ഇച്ചിരി ലൂസാണ്. എങ്ങനെ ഇരിക്കണേ. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഓൺലൈനിലല്ല, നമ്മൾ ഇട്ട് നോക്കിയിട്ടല്ലല്ലോ മേടിക്കണേ. പക്ഷെ ഇത് ഓക്കെയാണ്, നമുക്ക് ഇടാൻ നല്ല കംഫർട്ടബിൾ, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആട്ടോ ഇത്. അപ്പൊ ഇതെനിക്ക് കൂടുതലും ക്രോപ്പിന്റെ കൂടുതൽ ഞാൻ ഇടാറുണ്ട്. ക്രോപ്പ് ടോപ്പിന്റെ കൂടുതൽ ഷർട്ടിന്റെ കൂടുതലൊക്കെ ഞാൻ ഇടും. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് ഇടാൻ ഇഷ്ടമുള്ളത് നമ്മുടെ കുർത്താസിന് കൂടുതൽ ചിക്കൻ കറി ടോപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ കൂടുതലാണ് ഇടാറ്. എനിക്കിതാണ് കുറച്ചുകൂടെ അതിന് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. ഇനി അടുത്തെന്ന് പറയുന്ന ഒരു കാർഗോ ജീൻസ് ആണ്. ഇത് ഞാൻ ഫ്ലിപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതും 499 439 അങ്ങനെ എന്തോ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇതും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. ഇതിന്റെ കൂടുതൽ കുറച്ചുകൂടെ പേസ്റ്റൽ കളേഴ്സും അതൊക്കെ നല്ല സൂപ്പർ ആയിട്ട് തന്നെ പോകും. ഞാൻ അതിന്റെ കൂടുതൽ വൈറ്റ്, ബ്ലാക്ക് അങ്ങനെ എല്ലാം തന്നെ യൂസ് ചെയ്യാറുണ്ട്. നല്ല രസമാണ്. അപ്പൊ ഞാൻ ഇട്ടിട്ട് സൈഡിലായിട്ട് കാണിക്കാവേ. അപ്പം ഇതിനാണെങ്കിൽ നമുക്ക് കുറച്ച് പോക്കറ്റ്സ് ഇതാ ഇവിടെ വരുന്നുണ്ട്. ബേക്കിൽ പോക്കറ്റ്സ് ഉണ്ട്. ബേക്കിൽ ഒരു സൈഡിൽ മാത്രം കേട്ടോ പോക്കറ്റ്സ് ഉള്ളത്, രണ്ട് സൈഡിലും ഇല്ല. പിന്നെ സൈഡിൽ പോക്കറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഇതിലൊരു വള്ളി കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് മാറ്റി, കാരണം അത് ഇടുന്ന സമയത്ത് എനിക്ക് നല്ല വൃത്തികേടായിരുന്നേ. പിന്നെ ഇവിടെയായിട്ട് ഈ നമ്മുടെ നീടെ മുട്ടിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം സ്റ്റിച്ച് വരുന്നുണ്ട്. അത് എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അതൊരു കൈൻഡ് ഓഫ് ഇങ്ങനെ പാൻസ് ഇങ്ങനെ കിടക്കാനല്ല. ഇതിന്റെ കൂടുതലൊക്കെ നല്ലൊരു വൈറ്റ് ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും. വൈറ്റ് നല്ല ഏതൊരു കളറും പോകും. ദെൻ നമുക്ക് കണ്ടില്ലേ ഇത്ര നല്ല ലെങ്തി ആയിട്ടുള്ള ഈ ഒരു കാർഗോ ജീൻസ്. ഈ ഒരു ജീൻസ് എനിക്ക് അത്ര സ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നാറില്ല. പക്ഷെ ഏതെങ്കിലുമൊക്കെ ഡിസൈനിന്റെ കൂട്ടത്തിൽ ഞാൻ അങ്ങനെ ഇട്ടു പോകുന്നു എന്ന് മാത്രമേ. ഇത് എനിക്ക് അങ്ങനെ അത്ര രസമായിട്ട് തോന്നാറില്ല ഈ ഒരു ജീൻസ് ഇടുന്ന. അപ്പൊ എന്റെ കയ്യിലുള്ള എന്റെ അത്യാവശ്യം ഞാനിപ്പോ റെഗുലർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ജീൻസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ഇത്രയും ജീൻസ് ഉള്ളൂ കേട്ടോ. പിന്നെ ഉള്ളത് കുറച്ച് ജോഗർ ജീൻസ് ഒക്കെ. അത് ഞാൻ ഇടാറേ ഇല്ല, കാരണം അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. അങ്ങനെ നമ്മുടെ ജീൻസ് കളക്ഷൻ വീഡിയോ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്റെ കയ്യിലുണ്ടായിരുന്ന ഞാൻ ബേസിക് ആയിട്ട് ഇപ്പോൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ജീൻസ് കളക്ഷൻസ് ആണ് കാണിച്ചു തന്നത്. ഈ ബാഗ് തപ്പി അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ജീൻസ് ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ലേ എന്റെ ഈ ഒരു കട്ടിലിന് ഒരു ഡ്രോയർ ഉണ്ട്. അപ്പൊ അതിനകത്താണ് ഞാൻ ഈ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എടുത്തു വെച്ചത്. അപ്പൊ ഇപ്പൊ ഈ ബാഗ് പാക്ക് ചെയ്യുന്ന സമയത്ത് ഇത് കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ചെയ്യുന്നുള്ളൂ. പക്ഷെ എനിക്കറിയാം ഇതിലും നല്ല ഡിസൈനിലും നല്ല ട്രെൻഡി ആയിട്ടുള്ള ഐറ്റംസ് ഇപ്പൊ ഉണ്ട്. ഇഷ്ടംമാതിരി ജീൻസുകൾ പല മോഡലൊക്കെ മേടിക്കാൻ പറ്റും. അതൊന്നും എന്റെ കയ്യിലില്ല. പക്ഷെ എന്നാലും എന്റെ കയ്യിലുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ളത് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നല്ല കേട്ടോ. നമുക്ക് ഉള്ള സാധനത്തെ നമുക്ക് എങ്ങനെയായാലും നല്ല മോഡേൺ ആക്കി തന്നെ ഇടാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ജീൻസുകളൊക്കെയാണ് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. ഞാൻ 5 പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ജീൻസിന്റെ പാൻസ് ഇടുന്നത്. ആ ടൈമിലേക്ക് അത് കിട്ടിയ സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്റെ ചുറ്റുമുള്ളവരൊക്കെ ഈ ഒരു ജീൻസിന്റെ പാൻസ് ഇടുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ വീണ സമയത്ത് ആ ജീൻസിന്റെ മുട്ടിന്റെ ഭാഗം നല്ലോണം തന്നെ അങ്ങോട്ട് കീറിപ്പോയി. അപ്പൊ എനിക്ക് എന്റെ നെയ്ബർ ഒരു ചേച്ചിയില്ല, ആ ചേച്ചി ഇത് സ്റ്റിച്ച് ചെയ്തു തന്നു. അപ്പൊ നമ്മുടെ ഈ ഇപ്പത്തെ ജീൻസിലൊക്കെ കാണത്തില്ല ഒരു തരം സ്റ്റിച്ചിങ്, ആ സ്റ്റിച്ചിങ്. പക്ഷെ എനിക്ക് അന്ന് ആ ജീൻസിലെ ഭയങ്കര നാണക്കേടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കീറിയതെല്ലാവരും കണ്ടാൽ നാണക്കേട്. പക്ഷെ ഞാൻ അങ്ങനെ ഇടാറുണ്ടായിരുന്നില്ലേ. പക്ഷെ ഇന്നത് എനിക്ക് ഓർക്കുമ്പോൾ ഞാൻ ആദ്യമേ ആ ട്രെൻഡ് ഇറക്കി വെച്ചാണ്. നാണക്കേട് കാരണം അന്ന് ഞാൻ ഇടാണ്ട് വെച്ചിരുന്ന ജീൻസ് ഇന്ന് ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇപ്പൊ അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഓഫ് ജീൻസിന്റെ പാൻസ് ഒക്കെ ഇടുന്നവരെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഓർക്കും, അന്ന് നാണക്കേട് കാരണം ഞാൻ എത്രയോ തവണ ഈ പാൻസ് ഇടാണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ഒരു ക്യാച്ച് സ്ക്രാച്ച് ഒക്കെ വരുന്ന ജീൻസിന് നമ്മുടെ നോർമൽ ജീൻസിനെക്കാട്ടിലും നല്ല റേറ്റ് ആണ്. ഈ കീറിയ പാൻസിനാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ റേറ്റ് ഉള്ളത്. കാരണം ഞാൻ ആ ഒരു ടൈമിൽ ആ ഒരു കീറിയ പാൻസിന് വേണ്ടിയിട്ട് ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് അത്രയും റേറ്റ് കൊടുത്ത് മേടിക്കണോ എന്നൊരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാൻ അന്നത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ജീൻസ് അഫോർഡബിൾ കിട്ടിയിട്ടുള്ളത് ഞാൻ ഈ ഒരു ക്യാച്ച് സ്ക്രാച്ച് ഉള്ളത് മേടിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് ജീൻസ് ആണ് ഞാൻ ഇട്ടിട്ട് ഇഷ്ടപ്പെട്ടെന്നുള്ളത് പറയാം, അതൊന്ന് കമന്റ് ചെയ്യാം. പിന്നെ ഇതിന്റെ ലിങ്ക് ഉള്ളത് ഞാനൊന്ന് നോക്കിയിട്ട് ലിങ്ക് ഉള്ളത് നമ്മുടെ ഇതിലിടാം കേട്ടോ, ലിങ്ക് ട്രീയിൽ ഇടാം. അപ്പൊ ലിങ്ക് ട്രീയിൽ മേ ബി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പൊ ലിങ്ക് ട്രീയിൽ എങ്ങനെയാണ് എന്റെ പ്രൊഡക്റ്റുകൾ ഞാൻ എവിടെയാണ് ടാഗ് ചെയ്തിട്ടേക്കുന്നത് എന്നുള്ളത് സൈഡിലായിട്ടൊരു വീഡിയോ കാണിക്കാം. ഞാനത് എപ്പോഴും കൊടുക്കാൻ മറന്നു പോകും. കാരണം ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് ലിങ്ക് ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് സൈഡിലായിട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു കൈൻഡ് ഓഫ് ജീൻസുകൾ ഞാൻ ഫ്ലിപ്കാർട്ടിന് വല്ലതും തപ്പിയിട്ട് സെയിം മോഡൽ ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പൊ മറ്റു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.